അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, നമുക്ക് 2025 പാദവാർഷിക പരീക്ഷ എത്തിക്കഴിഞ്ഞു. ഏതാനും ആഴ്ചകൾ മാത്രമേ ഇനി നമ്മുടെ മുമ്പിൽ പരീക്ഷയ്ക്കുള്ളൂ. പരീക്ഷ ടൈം ടേബിൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. 2025 പരീക്ഷ, ആദ്യത്തെ പാദവാർഷിക പരീക്ഷ ഒന്നാം ക്ലാസ്സിന്റെ ടൈം ടേബിളാണ് നമ്മൾ പറയാൻ പോകുന്നത്. 26-ാം തീയതി ശനിയാഴ്ചയാണ് ആദ്യത്തെ പരീക്ഷ. കുട്ടികൾക്ക് അവർ പഠിക്കുന്ന ഒരുപാട് പുസ്തകം അവർക്ക് പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തെ പുസ്തകം തഫ്ഹീമു തിലാവ ജുസ്ഉൽ അവൽ, ആ അദബും പുസ്തകം, ആ പുസ്തകമാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അത് മാത്രമേ പരീക്ഷയ്ക്ക് വരുള്ളൂ. അതിൽ 14 പാഠമാണ് പഠിക്കാനുള്ളത്. ആ 14 പാഠത്തിൽ നിന്ന് ഏത് ഭാഗവും വായിക്കാനുണ്ടാവും. ഒന്നാമത്തെ ദിവസം വായന മാത്രമേ ഉണ്ടാവുകയുള്ളൂ. രണ്ടാമത്തെ ദിവസം അതേ പുസ്തകം തന്നെയാണ് പരീക്ഷ, പക്ഷേ അന്ന് എന്തുണ്ടാകും? എഴുത്തു പരീക്ഷ കൂടി ഉണ്ടാകും. അപ്പോൾ ഒന്നാം ക്ലാസ്സിലെ ഉമ്മമാരും ശ്രദ്ധിക്കുക, കുട്ടികളും ശ്രദ്ധിക്കുക. 26-ാം തീയതി ശനിയാഴ്ച നിങ്ങൾക്ക് വായന മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ പിറ്റേ ദിവസം ഞായറാഴ്ച നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷ ഉണ്ടാവും. അപ്പോൾ എഴുത്ത് പരീക്ഷയ്ക്ക് നിങ്ങൾ പെൻസിലും റബ്ബറും അങ്ങനത്തെ സംഗതികളൊക്കെ കൊണ്ടുവരണം. ഇനി നമുക്ക് 2-ാം ക്ലാസ്സിന്റെ ടൈം ടേബിൾ നോക്കാം. 2-ാം ക്ലാസ്സിന് 24-ാം തീയതിയാണ് പരീക്ഷ തുടങ്ങുന്നത്, അഥവാ വ്യാഴാഴ്ച. ഖുർആൻ ഹിഫ്ളാണ് പരീക്ഷ ഉണ്ടാവുക. 24-ാം തീയതി വ്യാഴാഴ്ച ഖുർആനും ഹിഫ്ളും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഖുർആന് നോക്കി ഓതാനുള്ള ഭാഗങ്ങൾ, അത് അമ്മ സൂറത്തുണ്ടാകും, നാസിആത്ത് സൂറത്തുണ്ടാകും, അതുപോലെ തന്നെ അബസ വതവല്ല സൂറത്തുണ്ടാകും, അതുപോലെ സൂറത്തു തക്വീർ, ഇദ ശംസു കുവ്വിറത്ത് എന്ന് പറയുന്ന സൂറത്ത് വരെ പരീക്ഷയ്ക്ക് ഉണ്ടാവും. അടുത്തത് ഹിഫ്ള് നോക്കുകയാണെങ്കിൽ 2-ാം ക്ലാസ്സുകാർക്ക് ഹിഫ്ള് ഉള്ളത് സൂറത്തുൽ ഫാത്തിഹ, അതുപോലെ ഖുൽ ഹുവല്ലാഹു സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് സൂറത്ത്, അലം തറ കൈഫ ഫഅല റബ്ബുക എന്ന് പറയുന്ന ആ സൂറത്ത്. ഇത്രയും സൂറത്തുകളാണ് കാണാതെ പഠിക്കാനുണ്ടാവുക. അടുത്തത് തിങ്കളാഴ്ച ഫിഖ്ഹാണ്. ഫിഖ്ഹിൽ നിന്ന് 4 പാഠങ്ങൾ ഉണ്ടാവും പരീക്ഷയ്ക്ക്. പിന്നെ ചൊവ്വാഴ്ച 29-ാം തീയതി ലിസാനിൽ നിന്ന് 4 പാഠങ്ങൾ ഉണ്ടാകും. അതുപോലെ 30-ാം തീയതി അഖീദ 4 പാഠങ്ങൾ, 31 ദുറൂസ് 4 പാഠങ്ങൾ. അപ്പോൾ 2-ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങൾക്കും എല്ലാ വിഷയങ്ങളും 4 പാഠങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് റിവിഷൻ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും കേട്ട് പഠിച്ച് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങുക. ഇനി നമുക്ക് 3-ാം ക്ലാസ്സിലേക്ക് പോകാം. 3-ാം ക്ലാസ്സിൻ്റെ ടൈം ടേബിളിൽ ആദ്യം 24-ാം തീയതി വ്യാഴാഴ്ച ശ്രദ്ധിക്കണം, ഖുർആന് ഹിഫ്ള് തദ്രീബു തിലാവ. അപ്പോൾ ഈ വർഷം മുതൽ തദ്രീബു തിലാവ എന്ന് പറയുന്നൊരു വിഷയമുണ്ട്. നമ്മൾ തജ്വീദ് വിഷയം ആണ് തദ്രീബു തിലാവ. പക്ഷേ തദ്രീബു തിലാവക്ക് എഴുത്ത് പരീക്ഷ ഉണ്ടാവില്ല. ഖുർആനിൻ്റെയും ഹിഫ്ളിൻ്റെയും പരീക്ഷൻ്റെ കൂടെ ചോദിക്കുകയാണ് ചെയ്യുക. തദ്രീബു തിലാവയിൽ പഠിച്ച കാര്യങ്ങൾ നിങ്ങളോട് ഉസ്താദ് ചോദിക്കും. അപ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കുക. അതിങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ 24-ാം തീയതി നിങ്ങൾക്ക് ഖുർആനും ഉണ്ടാകും, അതുപോലെ ഹിഫ്ളും തദ്രീബു തിലാവയും 3 സബ്ജക്റ്റും പരീക്ഷ ഉണ്ടാവും. പിന്നെ സൂറത്തുൽ മുജാദല മുതൽ സൂറത്തുൽ മുർസലാത്ത് വരെയാണ് നോക്കി ഓതാനുള്ള ഭാഗം. കാണാതെ ഓതാൻ സൂറത്തുൽ ഫാത്തിഹ, പിന്നെ അൽ ഖാരിയത്തു മൽ ഖാരിയ മുതൽ സൂറത്തുൽ നാസ് വരെ. പിന്നെ ഹിഫ്ള്, പിന്നെ തദ്രീബു തിലാവയാണെങ്കിൽ ഹുറൂഫുൽ അഥവാ 4 പാഠങ്ങൾ, ഹുറൂഫുൽ ഷഫത്തൈന്, ഹുറൂഫുൽ ജൗഫ്, ഹുറൂഫുൽ ലിസാന്, 2 പാഠം ഉണ്ടാവും. ഹുറൂഫുൽ ലിസാൻ, ഈ 4 പാഠങ്ങളിൽ നിന്നുള്ള പിന്നെ അക്ഷരങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെക്കുക. അതുപോലെ പിന്നെ നമുക്ക്
ഉസ്താദ് ഓതാൻ വേണ്ടി പറയുന്ന ഭാഗത്ത് ഈ തജ്വീദിന്റെ തദ്രീബ് തിലാവയിൽ പഠിച്ച എന്തെല്ലാം നിയമങ്ങളുണ്ട്, ഇത്തരം കാര്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരിക. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കുക. 3-ാം ക്ലാസ്സിനും 4-ാം ക്ലാസ്സിനും ഉണ്ടാകുന്നത് തദ്രീബ് തിലാവയിൽ നിന്ന് ആ ചോദിക്കലായിരിക്കും, എഴുത്ത് പരീക്ഷ ഉണ്ടാവില്ല എന്ന് എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കുക. അപ്പൊ 3-ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് വരുന്നത് തദ്രീബ് തിലാവയിൽ നിന്ന് 4 പാഠങ്ങളാണ്, ഹുറൂഫുൽ ലിസാൻ വരെയാണ്. ഇനി ശനിയാഴ്ച പരീക്ഷ അഖീദയാണ്. അഖീദ 4 പാഠങ്ങൾ ഉണ്ടാവും. അതുപോലെ ഞായറാഴ്ച ഫിഖ് ആണ്, 6 പാഠങ്ങളുണ്ട്. ഫിഖ് 6 പാഠങ്ങൾ ഉണ്ടാകും. തിങ്കളാഴ്ച ലിസാനാണ്, 4 പാഠങ്ങളേ ഉള്ളൂ. പിന്നെ ബുധനാഴ്ച ദുറൂസാണ്, 4 പാഠങ്ങൾ. വ്യാഴാഴ്ച താരീഖ്, അവസാനത്തെ വിഷയം താരീഖാണ്, 6 പാഠങ്ങൾ ഉണ്ടാവും പരീക്ഷയ്ക്ക്. അപ്പൊ ഇതാണ് 3-ാം ക്ലാസ്സിന്റെ ടൈം ടേബിൾ. അപ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിക്കാൻ തുടങ്ങുക, എന്നാലേ നിങ്ങൾക്ക് നല്ല മാർക്ക് നേടാൻ കഴിയുള്ളൂ. ഇനി നമുക്ക് 4-ാം ക്ലാസ്സിന്റെ ടൈം ടേബിളിലേക്ക് പോകാം. 4-ാം ക്ലാസ്സിന് എല്ലാ ക്ലാസ്സുകാർക്കും ആദ്യത്തെ ദിവസം അഥവാ വ്യാഴാഴ്ച ഖുർആൻ ഹിഫ്ളാണ് പരീക്ഷ. 4-ാം ക്ലാസ്സുകാരോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തദ്രീബു തിലാവ അതിന്റെ പരീക്ഷ ഖുർആനിന്റെ കൂടെ തന്നെ ആയിരിക്കും. അപ്പോ തദ്രീബു തിലാവയില് അഹ്കാമുൽ മീമി സാക്കിനത്ത്, ഹുറൂഫുൽ ഖൽഖലത്ത്, ഹുറൂഫുൽ ഇസ്തിഅലാ, ഈ 3 പാഠങ്ങൾ വരെ പരീക്ഷയ്ക്ക് ഉണ്ടാകും. ഇനി നോക്കി ഓതാനുള്ളതാണെങ്കിൽ സൂറത്തുൽ ഫുർഖാൻ മുതൽ സൂറത്തുൽ അങ്കബൂത്ത് വരെ എന്തുണ്ടാവും, നോക്കി ഓതാനുണ്ടാകും. ഹിഫ്ളാണെങ്കിൽ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ സൂറത്ത് മുതൽ ഖുൽ അഊദു ബിറബ്ബിന്നാസ് വരെയുള്ള ഏത് സൂറത്തും പരീക്ഷയ്ക്ക് വരാം. അതുപോലെ സൂറത്തുൽ ബയ്യിന, അതുപോലെ സബ്ബിസ്മ റബ്ബിക്കൽ അഅല, അതുപോലെ ഇഖ്റഅ ബിസ്മി, ലം യകുനി, ഈ സൂറത്തുകളാണ് ഹിഫ്ളിനിക്ക് പരീക്ഷയ്ക്ക് വരിക. ഇതിലേതെങ്കിലും ഭാഗം ചോദിക്കും, അതാണ് കാണാതെ ഓതണ്ട. അപ്പൊ എന്നാണ് പരീക്ഷ? വ്യാഴാഴ്ച. അപ്പൊ ഹിഫ്ളൊക്കെ ഇപ്പോഴേ പഠിക്കാൻ തുടങ്ങിക്കോളും എല്ലാവരും. പിന്നെ ശനിയാഴ്ച താരീഖാണ്. താരീഖിൽ 5 പാഠങ്ങൾ പരീക്ഷയ്ക്കുണ്ടാകും. തിങ്കളാഴ്ച ദുറൂസാണ് പരീക്ഷ, 4 പാഠങ്ങളേ ഉള്ളൂ. ചൊവ്വാഴ്ച അഖീദയാണ്, 4 പാഠങ്ങളേ ഉള്ളൂ. ബുധനാഴ്ച ഫിഖ് ആണ്, 6 പാഠങ്ങളുണ്ട്. പിന്നെ വ്യാഴാഴ്ച ലിസാനാണ്, 3 പാഠങ്ങൾ. അപ്പൊ കുട്ടികൾ എല്ലാവരും എന്ത് ചെയ്യണം? ഇപ്പോഴേ പഠിക്കാൻ തുടങ്ങുക. നമ്മളുടെ റിവിഷൻ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്, അത് കാണാത്തവർ പോയി കാണുക. ഇനി നമ്മൾക്ക് 5-ാം ക്ലാസ്സിന്റെ പരീക്ഷയിലേക്ക് പോകാം. 5-ാം ക്ലാസ് മുതൽ പുസ്തകം മാറിയിട്ടില്ല, പഴയ പുസ്തകമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ പഴയ സിലബസ് അനുസരിച്ചായിരിക്കും പരീക്ഷ. അപ്പോൾ 5-ാം ക്ലാസ്സുകാർക്കും ആദ്യത്തെ ദിവസം അഥവാ വ്യാഴാഴ്ച 24-ാം തീയതി ഖുർആൻ ഹിഫ്ളാണ്. ഖുർആനിലെ ആദ്യത്തെ 4 ജുസാണ് അവർക്ക് ഉണ്ടാവുക. പിന്നെ സൂറത്ത് യാസീന് 1 മുതൽ 32 ആയത്തുകളാണ് ഹിഫ്ളിനിക്ക് കുട്ടികൾക്ക് വരുന്നത്. പിന്നെ 26-ാം തീയതി ശനിയാഴ്ച അഖ്ലാഖാണ് പരീക്ഷ, 4 പാഠങ്ങൾ പരീക്ഷയ്ക്കുണ്ട്. പിന്നെ ഞായറാഴ്ച തജ്വീദ് 6 പാഠങ്ങളുണ്ട്. പിന്നെ തിങ്കളാഴ്ച അഖീദ 4 പാഠങ്ങളാണ്. ചൊവ്വാഴ്ച താരീഖ് 4 പാഠങ്ങൾ. ബുധനാഴ്ച ലിസാന് 4 പാഠങ്ങൾ. വ്യാഴാഴ്ച ഫിഖ് 9 പാഠങ്ങളുണ്ട്. ഫിഖ് 9 പാഠങ്ങൾ, ഒരുപാട് പഠിക്കാനുണ്ട്. ഫിഖ് 5-ാം ക്ലാസ് പൊതുപരീക്ഷയാണ്, കുട്ടികൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക. കുറെ പാഠങ്ങളൊക്കെ നമ്മൾ ചാനലിൽ വിട്ടിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ വിടും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് 6-ാം ക്ലാസ്സിന്റെ പരീക്ഷ ടൈം ടേബിൾ നോക്കാം. അപ്പൊ 6-ാം ക്ലാസ്സിനും 24-ാം തീയതി വ്യാഴാഴ്ചയാണ് ഖുർആന് ഹൈഫ്ള് പരീക്ഷകൾ ഉണ്ടാവുക. പിന്നെ ഖുർആന് സൂറത്ത് മറിയം മുതൽ സൂറത്ത് നംല് വരെയാണ്. പിന്നെ ഹിഫ്ള് സൂറത്തുൽ മുൽക്ക് മുഴുവനും. ഇതാണ് പിന്നെ 6-ാം ക്ലാസ്സിന്റെ ഹിഫ്ളിനുള്ള പരീക്ഷ, ഹിഫ്ളിനുള്ള പഠിക്കേണ്ടത്. അടുത്തത് ശനിയാഴ്ച ഫിഖ്. പിന്നെ 8 പാഠങ്ങൾ പഠിക്കാനുണ്ട്, 8 പാഠങ്ങൾ. ഞായറാഴ്ച ലിസാന് 27-ാം തീയതി 4 പാഠങ്ങളേ ഉള്ളൂ. 29-ാം തീയതി ചൊവ്വാഴ്ച പിന്നെ ദുറൂസ് 4 പാഠങ്ങൾ. 30-ാം തീയതി താരീഖ് 6 പാഠങ്ങൾ. ഇതാണ് 6-ാം ക്ലാസ്സിന്റെ പരീക്ഷ ടൈം ടേബിൾ. ഇനി നമുക്ക് 7-ാം ക്ലാസ്സിന്റെ പരീക്ഷ ടൈം ടേബിളിലേക്ക് പോകാം. 7-ാം ക്ലാസ്സും 24-ാം തീയതി തന്നെയാണ് ഖുർആൻ ഹിഫ്ള്. ഖുർആന് നോക്കി ഓതാനുള്ളത് സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്ത് നിസാ ഉൾപ്പെടെയുള്ള എല്ലാ സൂറത്തുകളുടെയും എല്ലാ ഭാഗങ്ങളും നോക്കി വെക്കുക. അവിടുന്ന് ഏത് ഭാഗവും പരീക്ഷയ്ക്ക് വരാം.
സൂറത്തുൽ വാഖിയ 37 ആയത്താണ് ഹിഫ്ദിനിക്ക് വരിക. പിന്നെ ശനിയാഴ്ച ലിസാന് 5 പാഠങ്ങളുണ്ട്. 27-ാം തീയതി ഞായറാഴ്ച താരീഖ് 9 പാഠങ്ങളുണ്ട്. 28-ാം തീയതി ഫിഖ്ഹ് 6 പാഠങ്ങളുണ്ട്. 30-ാം തീയതി ദുറൂസ് 4 പാഠങ്ങളുണ്ട്. 30-ാം തീയതിയോട് കൂടി അവർക്ക് പരീക്ഷയും 31-ാം തീയതി അവർക്ക് ലീവായിരിക്കും. ഇതാണ് 7ാം ക്ലാസ്സിന്റെ ടൈം ടേബിൾ. ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് സൗകര്യം പോലെ അടുത്ത വീഡിയോകളിൽ ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.